അപ്പോൾ നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെൻസ് W212 ആണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക്, അടി ഫുൾ ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്കുണ്ട്. പിന്നെ അതിനൊക്കെ ഓയിൽ പാൻ, ഓയിൽ കൂളർ ഇതെല്ലാം കംപ്ലൈൻ്റ് ആണ്. ഫുൾ അടിയിലെല്ലാം ഓയിൽ വീണിട്ടുണ്ട്. ഫുൾ ഓയിൽ ലീക്ക്. ഓയിൽ പാനും പോയിട്ടുണ്ട്, ഓയിൽ കൂളറും പോയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ പാനിൻ്റെ ബോൾട്ടിൻ്റെ ത്രെഡ് പോയിട്ട് പാൻ കംപ്ലൈൻ്റ് ആയി, കൂളർ കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ കൂളർ വന്നിട്ടുണ്ട്. പുതിയ കൂളർ, സംഭവം ഓയിൽ ചേമ്പർ, ഇത് എൻ്റെ പാക്കിങ്ങും എല്ലാം സെറ്റായിട്ടാണ്. പഴയ ഓയിൽ ചേമ്പറിൻ്റെ ഇവിടുത്തെ ബോൾട്ടിൻ്റെ ത്രെഡ് പോയതായിരുന്നു. ഈ ഇതിനകത്തുനിന്ന് ഫുള്ള് കറങ്ങി ത്രെഡ് പോയതായിരുന്നു. അങ്ങനെ അതിന് ഓയിൽ ലീക്കായിരുന്നു, കൂളർ ലീക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബെൻസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൂളറെല്ലാം മാറി, ഓയിൽ പാനെല്ലാം മാറി. ഇപ്പം ബാക്കിയുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഈ കൂളർ ഉണ്ടോ ഫുള്ള് ലീക്കായി പോയതാണ്. ഈ കൂളർ പോയിട്ട് ഓയിലും വെള്ളമായിട്ട് സാധാ മിക്സായി കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ ഇതൊക്കെ ഓയിലുമായിട്ട് മിക്സായിട്ട് ഗിയർ ബോക്സൊക്കെ കംപ്ലൈൻ്റ് ആവാറുണ്ട്. അതുകൊണ്ട് ഒരു 70,000-80,000 കിലോമീറ്റർ ആകുമ്പോൾ ഈ കൂളർ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഈ കൂളർ മാറാതെ ഓടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവുന്നതും എഞ്ചിന് അത് ഓയിലും വെള്ളമായിട്ട് മിക്സായി കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ഈ ലീക്കാവുന്നിടം വരെ ഓടാതെ ഒരു 70,000-80,000 കിലോമീറ്ററിൽ ഈ കൂളർ മാറി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല.